നമസ്കാരം, എൻ്റെ പേര് ശരത് കുമാർ. ഞാൻ PSN ഓട്ടോമൊബൈൽസിൻ്റെ സീനിയർ സെയിൽസ് കൺസൾട്ടൻ്റാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് നമ്മുടെ 3018 വോൾവോ ഐഷറിൻ്റെ തന്നെ 3018 പ്ലസ് പറഞ്ഞൊരു മോഡലാണ്. പ്രീമിയം മോഡലാണ്, AC വേരിയൻ്റാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ തന്നെ ബ്രാൻഡിങ് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും 3018 പ്ലസ് പറഞ്ഞുള്ള ബ്രാൻഡിങ് ആണ്. പിന്നെ നല്ല ചന്തമായിട്ട് നമ്മൾ ഐഷറിൻ്റെ ഒരു ബ്രാൻഡിങ്ങും കൂടി ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇൻബിൽഡായിട്ട് തന്നെ നമുക്ക് ഫോഗ് ലാമ്പ് വരുന്നുണ്ട്, DRLs കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടേജ് നമുക്ക് BS6 വന്ന പുതിയ ക്യാബിനാണ് വരുന്നത്. ഇതിൽ നമുക്ക് യൂറോടെക് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് കാണാം. ഇത് OBD2 വേർഷനാണ് നമുക്കിപ്പോൾ വരുന്നത്. ആദ്യം നമുക്ക് ഇനീഷ്യലി ഇറങ്ങിയിട്ടുണ്ടായിരുന്ന OBD1 ആയിരുന്നു. ഇതിപ്പോൾ വരുന്നത് നമുക്ക് OBD2 വേർഷൻസ് ആണ് വരുന്നത്. നമുക്ക് 3018 പ്ലസ്സിൽ പാരബോളിക് സസ്പെൻഷനാണ് വരുന്നത്. ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും കംഫർട്ടായിട്ടുള്ള പാരബോളിക് സസ്പെൻഷനാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ടയർ വരുന്നത് റേഡിയൽ, പിന്നെ അതിൽ ടയർ സൈസ് വരുന്നത് 295/90 R20 ആണ്. സ്റ്റാൻഡേർഡ് റേഡിയൽ ടയർ ആയിരിക്കും വരുന്നുണ്ടാവുക. നമുക്ക് 24 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് വരുന്നത്, ഡബിൾ ബാറ്ററിയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ പിന്നെ നമുക്ക് വരുന്നത് AdBlue ടാങ്ക് ആണ്. ഇത് നമുക്ക് 27 ലിറ്റേഴ്സിൻ്റെ AdBlue ടാങ്കാണ് വരുന്നത്. ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും നല്ല വലിയ ടാങ്കാണ് നമുക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ടാങ്ക് ഡീസൽ ടാങ്കാണ്. ഡീസൽ ടാങ്ക് 190 ലിറ്ററാണ് നമുക്ക് ഈ വണ്ടിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ വീൽ ബേസ് നോക്കുകയാണെങ്കിൽ 4490 ആണ് 20 അടി ഹൈടെക് ബോഡിയിൽ വീൽ ബേസ് വരുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചാസി നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ചാസിയാണ് വരുന്നത്. ഏറ്റവും ലൈറ്റായി സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ചാസിയാണ് വരുന്നത്. ഹൗസിംഗ് കാണാൻ പറ്റും. ഹൗസിംഗ് നമുക്ക് ഹെവി ഹൗസിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പുറകുവശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് LED ടൈൽ ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള LED ടൈൽ ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻബിൽട്ടായിട്ട് തന്നെ നമ്മുടെ എല്ലാ വണ്ടിയിലും വരുന്നത് പോലെ റിവേഴ്സ് സെൻസേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഭംഗിയുള്ളൊരു ബാക്ക് ഡിസൈനും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഐഷറിൻ്റെ ബ്രാൻഡിങ് എല്ലാം ചെയ്തിട്ട്. നമുക്കിത് ബോഡി വരുന്നത് 20 ഫീറ്റ് ആണ് നീളം വരുന്നത്. ഇത് 20, 22, 24 അവൈലബിൾ ആണ്. ഇതിൽ 2 കാറ്റഗറീസിൽ നമുക്ക് വരുന്നുണ്ട്. ഇതിപ്പോൾ നോർമലായിട്ടുള്ള ഫ്ലോറിംഗ് ആണ് വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് വുഡ് ഫ്ലോറും അവൈലബിൾ ആണ്. നമുക്ക് പിന്നെ വരുന്നത് സ്റ്റെപ്നി താഴെയാണ് വരുന്നത്. നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അഡീഷണൽ ബോക്സ് സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവർക്ക് ഗ്യാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ETC യൂണിറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ETC യൂണിറ്റാണ് നമ്മുടെ കയ്യിൽ വരുന്നത്. ഇനി നമ്മൾ ഈ വണ്ടിയുടെ റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ബോഡിയാണ് കാണിക്കാനുള്ളത്. ബോഡിയിൽ നമുക്ക് ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും കൂടുതൽ പില്ലർ വരുന്നത് നമ്മുടെ വോൾവോ ഐഷറിൻ്റെ വണ്ടികൾക്കാണ്. 15 പില്ലേഴ്സ് വരും. പിന്നെ ഈ സൈഡിൽ വരുന്ന വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇത് വോൾവോയുടെ തന്നെ E494 പറഞ്ഞ ഒരു എഞ്ചിനാണ് വരുന്നത്. 4 സിലിണ്ടർ 160 HP എഞ്ചിനാണ് വരുന്നത്. 500 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിനാണ് നമുക്കിതിൽ വരുന്നത്. ഇതിൽ ഗിയർ ബോക്സ് വരുന്നത് 7 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, പ്ലസ് റിവേഴ്സും കൂടിയാണ് വരുന്നത്. ഇതിൽ ലാസ്റ്റ് 2 ഗിയർ വന്നിട്ട് ഓവർ ഡ്രൈവ് ഗിയറാണ്. നമുക്ക് ഡാഷ്ബോർഡിൻ്റെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നല്ല ഭംഗിയായിട്ടൊരു ഡാഷ്ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഇൻബിൽട്ടായിട്ട് തന്നെ സ്റ്റീരിയോ വരുന്നുണ്ട്. 4 വെൻറ്റ് വരുന്നുണ്ട്. നമുക്ക് 1, 2, 3 ഈ സൈഡ് 2 വെൻറ്റ് വരുന്നുണ്ട്. AC വെൻറ്റാണ് വരുന്നത്. സ്പേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം വെക്കുന്ന പോലെ തന്നെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് നമുക്ക്. ഇനി അടുത്തതായി നമുക്ക് വരുന്നത് 3 മോഡാണ് വരുന്നത്. 2 സ്വിച്ചും 3 മോഡുമാണ് വരുന്നത്. നമുക്ക് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുന്ന സമയത്ത് പവർ മോഡായിരിക്കും. പിന്നെ എക്കോ പ്ലസ് പറഞ്ഞ 2 സ്വിച്ചാണ് വരുന്നത്. ഇതിൽ നമുക്ക് കാലി ലോഡ് പോകുന്ന സമയത്ത് എക്കോ പ്ലസ് ഇട്ട് ഓട്ടിക്കാം. അതേപോലെ നമുക്ക് ഹാഫ് ലോഡ് ആണെങ്കിൽ എക്കോ ഇട്ട് ഓട്ടിക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പവർ മതി. ഇത് നമുക്ക് MTക്ക് പോകുന്ന സമയത്ത് 160 HP പവറിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ ക്ലസ്റ്ററിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ക്ലസ്റ്റർ ഞാൻ ഓൺ ചെയ്ത് കാണിച്ചു തരാം. നമുക്കിതിൽ എല്ലാ ഇൻഫർമേഷനും അറിയാൻ പറ്റുന്നൊരു ക്ലസ്റ്ററാണ് വരുന്നത്. AdBlueൻ്റെ നമുക്ക് ഡീസലിൻ്റെ മുതൽ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിൽ തന്നെ അറിയാൻ പറ്റും. നമുക്ക് നല്ല ഭംഗിയായിട്ടാണ് നമ്മൾ ഐഷർ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് കംപ്ലയിൻസ് മുതൽ എല്ലാ കാര്യങ്ങളും നമുക്ക് എൻജിൻ ഡിറ്റക്ട് ചെയ്യുന്നത് ഈ ക്ലസ്റ്ററിലൂടെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, നമുക്കിതിപ്പോൾ നമ്മുടെ ക്ലസ്റ്ററിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും. ഇത് നമുക്കൊരു ബ്ലൂ കളറിൽ കത്തുന്നത് കാണാൻ പറ്റും. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ബ്ലൂവിൽ കത്തുന്നത്. ഇത് നമ്മൾ കറക്റ്റ് RPMൽ ഓടിക്കുകയാണെങ്കിൽ ഗ്രീൻ കളറിൽ കത്തും. അപ്പോൾ നമുക്ക് ഡ്രൈവർക്ക് തന്നെ അറിയാൻ പറ്റും, ഓടിക്കുന്ന ആൾക്ക് തന്നെ അറിയാൻ പറ്റും ഇത് നമ്മൾ കറക്റ്റ് രീതിയിലാണ് ഓടിക്കുന്നതില്ല. അപ്പോൾ നമ്മൾ റാഷ് ഡ്രൈവിംഗ് ആണ്, കറക്റ്റ് ഗിയർ ഷിഫ്റ്റിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് റെഡ് കളറിൽ കത്തും. അപ്പോൾ നമുക്കൊരു ഡ്രൈവർക്ക് തന്നെ അറിയാൻ പറ്റും അവർക്ക് ഏത് രീതിയിലാണ് നമ്മൾ ഓടിക്കേണ്ടത് എന്നുള്ളത്. നമ്മൾ
വണ്ടി തന്നെ പറഞ്ഞു തരും. ഇതെല്ലാം നമുക്ക് വോൾവോയുടെ ടെക്നോളജിയാണ് നമുക്ക് ഐഷറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വോൾവോ ഐഷർ കൊമേഴ്ഷ്യൽ വെഹിക്കിളാണ് നമുക്ക് വണ്ടി വരുന്നത്. നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ വരുന്നത് ക്രൂയിസ് കൺട്രോളാണ്. ക്രൂയിസ് കൺട്രോൾ നമ്മൾ ഓൺ ആക്കിയിട്ടിട്ടുണ്ടെങ്കിൽ 35 കിലോമീറ്റർ സ്പീഡിൻ്റെ മേലൊരു സ്പീഡ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. യൂസ് എന്താ വെച്ചാൽ നമുക്ക് കൂടുതൽ മൈലേജ് കിട്ടും. അത് നമുക്ക് 35-40 അങ്ങനെ വെച്ച് നോബിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. നമുക്ക് ഡ്രൈവറിൻ്റെ റൈറ്റ് സൈഡ് വരുന്ന നോബിലാണ് വരുന്നത് ക്രൂയിസ് കൺട്രോൾ. ഇതുപോലെയുള്ള വീഡിയോസിനും ഇൻഫർമേഷനും നമ്മുടെ PSNൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്.